ഇതെന്താ മാർക്കറ്റ് അയച്ചത്. അപ്പൊ ഇനിയിപ്പൊ അടുത്ത ഞാൻ ഇനിയിപ്പൊ എപ്പോഴാണ് പടം ചെയ്യാന്ന് പറയാൻ വയ്യ. നിങ്ങൾ കഥ വേണമെങ്കിൽ പറഞ്ഞോ. അപ്പൊ ഞാൻ ജസ്റ്റ് കേൾക്കാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പൊ എപ്പൊ ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടണ്ടേ, കഥ ചെന്നിട്ട് ആർട്ടിസ്റ്റിനോട് പറയണം. പിന്നെ ഇപ്പൊ എപ്പോഴാണ് ഞാൻ ഇനി പുതിയത് ചെയ്യാന്നുള്ളത് ഞാനിപ്പോ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. അതെ അതെ അതെ. എന്നാലും നിങ്ങൾ പറഞ്ഞോളൂ, കഥ കേൾക്കണോണ്ട് കുഴപ്പമില്ല, കേൾക്കാം. ശരി ശരി, വിളിച്ചിട്ട് വന്നാ മതി കേട്ടാ. ശരി. എന്ത് കാര്യത്തിന് നിങ്ങൾ കഥ കേൾക്കണത്? എന്തിന്റെ കേടാ നിങ്ങൾക്ക് ഇങ്ങനെ പണിയിട്ടാൻ വേണ്ടിട്ടാ? എടോ, ഈ പടം ചെയ്തെന്ന് പറഞ്ഞാ പിന്നെ എല്ലാവരും കഥ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ ചിലത് നല്ല കഥ ഉണ്ടെങ്കിലോ, നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്ത് കൊടുക്കെങ്കിലും ചെയ്യാലോ. ശരി, സമ്മതിച്ചു, നിങ്ങൾ എടുത്തോളെ. ഇപ്പൊ നമ്മളെ കഷ്ടപ്പാടും പ്രശ്നങ്ങളും മാറിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്തുകൂടെ പടം? പൈസയൊക്കെ വരും. ഇതൊന്നും കണ്ട് പനിക്കാനൊക്കെ കണ്ട റോൾ കോൾഡാ ഉള്ളതൊക്കെ ബാങ്കിൽ കിടക്കില്ലേ? അതൊക്കെ ഇനി എന്നാണ് അവൻ ലേലം വിളിച്ച് പോവുക? പിന്നെ അല്ലാ, അന്ന് അത് മേടിക്കാൻ നേരത്തെ എന്നോട് എന്തൊക്കെ ഒരു വാക്ക് പറഞ്ഞതാ. എന്റെ പൊന്നാരബിളെ, ഞാൻ ഇതിന്റെ അപ്പുറം ഉണ്ടാക്കി തരും, ഞാൻ പാൽസർ ഉണ്ടാക്കി തരും. ഞാൻ നമ്മളൊരു പടം ചെയ്യുമ്പോ നമ്മള് പോസിറ്റീവായിട്ടല്ലേ ചിന്തിക്കുക, അത് വിജയിക്കും, അതിന് നമുക്ക് വരുമാനം ഉണ്ടാവും എന്ന് നമ്മൾ കരുതില്ലേ? സ്വാഭാവികമായിട്ട് എല്ലാവരും വിചാരിക്കണ പോലെ തന്നെയല്ലേ നമ്മൾ കരുതുന്നത്. അതെ, ആന മുക്കണ കണ്ടിട്ട് മൊയില് മുക്കിയതപ്പത്. വല്ലാത്തൊരവസ്ഥ. നിങ്ങൾ ആ കമ്പനിക്ക് പോവാൻ നോക്കി കാണിത് ഇവിടെ ഇങ്ങനെ കുത്തിരുന്നിട്ട്. അവിടെ ഷൂട്ടിംഗ് ആ CCTV നോക്കുമ്പോ ആ ചെക്കന്മാരൊക്കെ അവിടെ നിന്ന് കളിക്കാട്ടാ. നിങ്ങൾ എന്താ കാട്ടിക്കോളി. ആകെ ഉള്ളത് ഇപ്പൊ ആ ഒരു കമ്പനിയാ. അതിലെന്തേലൊക്കെ പോയിട്ടില്ലെങ്കിൽ ഇപ്പൊ അതും ഉണ്ടാവില്ല. അതിനിപ്പോ വിചാരിച്ച അത്ര വരുമാനമൊന്നും വരുന്നില്ല. ആദ്യം മുതലാളി നന്നാവണോ? മുതലാളി ഓഫീസിൽ പോയിട്ട് ഇരിക്കണോ? മുതലാളി ഇങ്ങനെ കറങ്ങി നടന്നാലേ കമ്പനി ഇങ്ങനെ ഉണ്ടാവുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഉച്ചരിഞ്ഞിട്ട് പോവാ. പിന്നെ ആ സുൽഫീഖറും പുതിയൊരു ഡയറക്ടറും കൂടി വരുന്നുണ്ട്. പുതിയ ഡയറക്ടർ എന്തിന്? എന്താ അവര് വരുന്ന, എന്താ പറയണെന്ന് നോക്കട്ടെ. വരണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ വീട്ടിലേക്ക് വരുമ്പോ. ആയിക്കോട്ടെ, എന്തേലും കാര്യട്ടോ. ജിഞ്ഞയില് ഇടംകൊള്ളിലിടാൻ നിക്കണ്ട, വർത്താനം പറയണല്ലോ. ഞാൻ ഒന്നും പറയാൻ നിൽക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ എന്ത് കാര്യത്തിന് ഇവിടെ ഏൽക്കല്? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് 100 വട്ടായില്ലേ പറഞ്ഞ് നിങ്ങൾ ആ ഹോട്ടലിൽ, നിങ്ങൾ പുതിയൊരു ഹോട്ടൽ എടുത്തില്ലേ, അവിടുന്ന് നിങ്ങൾ ആ ഭക്ഷണം ഉച്ചകൾക്കുള്ള ഹോട്ടലുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നെ കൊണ്ട് നട്ടുമുടിഞ്ഞ് ഉണ്ടാക്കിയിട്ട് ഒരു 5-8 ആൾക്ക് ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേന് എന്റെ കൈയും നടുകൊണ്ട് ഒടിയാണിച്ചാണ്ട് ഒടിഞ്ഞോട്ടെ, ഞാൻ വേറെ പെണ്ണെട്ടിക്കൊണ്ട്. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവും കൂടി ഉള്ളു. ഞാൻ അറിഞ്ഞിട്ട് ഇപ്പൊ എത്രണ്ണം കെട്ടി. കൊലാകാരന്മാരാണല്ലോ. എന്ത് പറഞ്ഞാലും നെഗറ്റീവ്. നിങ്ങൾ കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ട. ഇന്നെ കൊണ്ട് കയ്യില്ല ഈ ആൾക്കാർക്ക് ഒന്നാകെ വെച്ചുണ്ടാക്കാന്. ഇല്ല ശമ്പളം തയോ? നമ്മളെ വീട്ടിൽ നമ്മള് കഴിക്കാൻ വെച്ചുണ്ടാക്കണില്ലേ? അതുപോലൊന്നും കൊടുത്താ പോരാ. അതിന്റെ ഉള്ളിൽ തോറ്റങ്ങൾക്ക് നിങ്ങൾ എന്ത് പണ്ടും കാര്യമില്ല. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടി. നമസ്കാരം നമസ്കാരം. എന്ത് വർത്താനം? അല്ല, അതൊക്കെ ഫ്രെയിം ഓക്കെ ചെയ്താണ്. എന്തോ ഓട്ടോ കംപ്ലൈന്റ് ഇതിന്റെ. എന്താണ് ഇപ്പൊ രണ്ടാളും കൂടിയിട്ട്? നിങ്ങള് മുമ്പ് പരിചയമുണ്ടോ? ഇല്ല. ബുഹാരി അറിയപ്പെടുന്ന സംവിധായകനല്ലേ? ഹോട്ടലാ ബുഹാരി അല്ലല്ല, സംവിധായകൻ, സിനിമയുടെ. അതാണ് സംവിധായകനായി പറഞ്ഞാളാ. ഞാൻ പറഞ്ഞപ്പോ നമ്മൾ പുതിയ പടം ചെയ്യാൻ ഉദ്ദേശിക്കണ്ടല്ലോ. ആ ഉദ്ദേശിക്കുന്നതിന്റെ മൂപ്പരാണ് സംവിധാനം ചെയ്യുന്നത്. നിങ്ങൾ മുമ്പ് ചെയ്ത ഫിലിം ഏതാ? എത്ര ഷോർട്ട് മൂവി ചെയ്തിട്ടുണ്ട്? ഇതിന്റെ മുമ്പ് സിനിമയൊന്നും ചെയ്തിട്ടില്ല. ആരെങ്കിലും അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു? ഷോർട്ട് മൂവി എത്ര അസിസ്റ്റന്റോ കിട്ടൂല. അല്ല, ഇയാള് അങ്ങനെ നിൽക്കേണ്ട ആളല്ല. ഇയാള് റേഞ്ച് വേറെയല്ലേ മൂപ്പരെ. നമുക്ക് ഇങ്ങനത്തെ ഒരാളെ കിട്ടുക നമ്മുടെ ഭാഗ്യം, നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗ്യമാണ്. അസിസ്റ്റന്റ് ഉണ്ടാവില്ല, ഞാൻ അസിസ്റ്റന്റ് ആവൂല. അല്ല, ഒരാളുടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു 3-4 പടങ്ങളിൽ വർക്ക് ചെയ്യാതെ അതിന്റെ ആവശ്യമില്ലാന്ന്. എത്ര ഷോർട്ട് മൂവികൾ. നിങ്ങൾക്ക് ഈ ഷോർട്ട് മൂവി പോലും ശരിക്കും പറയാൻ പറ്റുന്നില്ലല്ലോ സുഹൃത്തെ. ഇവിടെ പറയും. പിന്നെ എന്തിപ്പോ എന്റെ മനസ്സിലായി. അതായത് ഇപ്പൊ നമ്മളെ കഴിഞ്ഞ പടം ഉണ്ടല്ലോ, കഴിഞ്ഞ പടം നമ്മള് വേണ്ടത്ര വിജയത്തിൽ എത്തിച്ചെന്നാലും നമുക്ക് നമ്മളെ ഇറക്കിയ കായിട്ടിക്കണം. ഏതിറക്കിയ കായുടെ കാര്യമാണ് ഈ പറയുന്നത്? ഞാൻ ഉണ്ടല്ലോ, എന്നെ കൂടെ ദേഷ്യം പിടിപ്പിക്കരുത് വെറുതെ. അപ്പൊ നമ്മളെ കണ്ടീഷനിൽ നമ്മളെ പ്രൊഡക്ഷൻ കമ്പനി തന്നെ ഒരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ത് സിനിമ ഉണ്ടാക്കുന്ന കാര്യമായിട്ട് ഈ പറയണത്? ഇപ്പൊ ചെയ്ത പടത്തിന്റെ എന്തെങ്കിലും മാർക്കറ്റ് ആയിട്ടുണ്ടോ? അതൊക്കെ പൈസ നഷ്ടമായിട്ടാണ്. സിനിമ ആകുമ്പോ ഏതും പൊട്ടും, അങ്ങനെയൊക്കെ സാധാരണ സ്വഭാവമല്ലേ. അതിനെന്താ നോക്കാനുള്ളത്? ഞാൻ എന്നെ കൊണ്ട് വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാനോട് എത്ര കമ്പനിക്കാർ വന്ന് ചോദിച്ച് കൊടുത്തോ എന്ന് ഞാൻ പറഞ്ഞു.
അതിന്റെ എല്ലാ റൈറ്റ്സും നമുക്ക് വേറെ ഉണ്ടായിരുന്നു. അത്രയും ആളുകൾ കേരളത്തിലെ നമ്പർ 1 ചാനൽ പോലും ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. ഞാനന്ന് 100 പ്രാവശ്യം പറഞ്ഞത് കൊടുത്തോ. ഞാൻ നിങ്ങളൊരു 100 വട്ടം പറഞ്ഞാ ഇതിനും കണ്ടിട്ട് ഇറങ്ങാൻ നിക്കണ്ടാന്നുള്ളത്. ഈ പെണ്ണ് ആണുങ്ങൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങളെ ആ സംസാരിക്കണം. ഇവിടെ പെണ്ണും സംസാരിക്കും, അത് ഇവിടെ എന്താ ആണുങ്ങൾ അതിന്റെ കാര്യം മാത്രമല്ല എന്താണ്? സംസാരിക്കുക. പിന്നെ പിന്നെ നിങ്ങൾ ഉണ്ടായിരിച്ചിട്ട് എന്താ? ഞങ്ങൾ സിനിമാക്കാരെ തമ്മിലെ വർത്താനാണ്. നിങ്ങളാ സിനിമാക്കാരാ? കുടിയുള്ളവരാണ്. നിങ്ങളല്ലേ പ്രമുഖ കമ്പനി പോയിട്ട് ഏഴിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങളാ സിനിമാക്കാര്? പിന്നെ അതിന്റെ അടുത്ത് എന്താ പറച്ചില്? ഞങ്ങളോട് അതിന്റെ ഉള്ള പറച്ചില്. അന്റെ വയലാവാണ് പല സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല രീതിക്ക് പോണ്ട സിനിമയാണ്. സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഒരു സദസ്സിൽ പോയിരുന്നു സംസാരിക്കുമ്പോ അവിടെ പാലിക്കേണ്ട ചില മര്യാദകൾ നമുക്കത് അറിയില്ല. ഒരു വാക്ക് ഈ കറക്റ്റ് ആയിട്ട് എന്നിട്ട് ഞങ്ങൾ എത്ര സ്റ്റോട്ട് പോയത്? അന്ന് ആ ഗുരുവായൂർ ആ ഹോട്ടലിൽ നമ്മൾ ആ ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് എന്റെ ആ വർത്താനം കൊണ്ട് മാത്രമാണ്, ഈ ജാതി സംസാരം കൊണ്ട് പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ആ കമ്പനി ഓക്കെ ആവാതെ പോയത്. അത് ഇന്നലെ കുടിക്കതാരിച്ച ആ ലക്ഷണം കെട്ട ക്യാമറമാൻ അല്ലേ എന്നോട് പറഞ്ഞില്ല സിനിമയിൽ വന്ന് അങ്ങനെ ഉണ്ടാവും അത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മാങ്ങറിഞ്ഞ വടി പോലെ ആയി മനസ്സിലായി. മാങ്ങറിഞ്ഞ വടി പോലെ എങ്ങനെ ആവാതിരിക്കുക? ഒരു ബിസിനസ് നമുക്ക് സംസാരിക്കാൻ അറിയില്ല, ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാറില്ല. ഞാൻ എത്ര സ്ഥലം എനിക്ക് സിനിമനെ പറ്റി സിനിമ അറിഞ്ഞല്ലോ. സിനിമ എന്താ പ്രശ്നം? സിനിമ ഇപ്പോഴത്തെ പരിപാടി ഉണ്ടാവും. അല്ല നമ്മള് നല്ലൊരു സിനിമ വെച്ചു ഈ പണ്ടാറടങ്ങല് നമ്മള് പറഞ്ഞ മനസ്സിലായില്ല. നമ്മള് ഈ കൂട്ടുകെട്ടവര് ഒരു സിനിമ ഉണ്ടാക്കും. അത് ആരിത് ഡയറക്റ്റ് ചെയ്യും? ആരും ഈ ഡയറക്ടർ ആര് ചെയ്യുന്നോ? ഇതിരിക്കണ് ഞാൻ എഴുതു, ആരഭിനയിക്കും? ഞാൻ ചെറിയ വേഷം ചെയ്യുള്ളൂ, ഒരു കുഞ്ഞ വേഷം. ശരി, അതവിടെ നമുക്ക് ആലോചിക്കാം. അതിന്റെ മുമ്പ് ഒരു കാര്യം, അല്ല ഞാൻ പറഞ്ഞില്ലേ ദുൽഖറിന്റെ ഡേറ്റ് ഇയാൾ ചോദിച്ചാൽ കിട്ടും. ഇതൊന്നും ഉണ്ടായിരുന്ന ഇപ്പൊ അല്ല നമുക്ക് ദുൽഖറെ മാറ്റിട്ട് നവീനെ ആക്കി. നവീൻ പോലെ എങ്ങനെയുണ്ട്? ഇപ്പൊ ചെയ്ത് വെച്ച പടല്ലേ അതിന്റെ സെന്റർ ക്യാരക്ടർ ചെയ്ത വിഘ്നേഷ് ഇപ്പൊ നല്ല നല്ല ക്യാരക്ടർ ചെയ്തിട്ട് അതിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആള് നല്ല സെറ്റപ്പിൽ നിൽക്കണം. അതിപ്പോ ഇങ്ങോട്ട് ഇറക്കാച്ചാ കുറച്ചും കൂടെ ഗുണം കിട്ടിയാനെ. ഗുണം കിട്ടും. ഒന്ന് അതിന് റീഡ് ചെയ്തിട്ട് ശേഷം പോരെ ഈ പുതിയ പടത്തിനെ പറ്റി ആലോചിക്കല്. അല്ല പുതിയ അതതിന്റെ ബൈക്ക് നടന്നോട്ടെ. പുതിയ പടം എടുത്ത് നമുക്ക് എന്താ പ്രശ്നമുള്ളത്? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ശരി, ഞങ്ങളുടെ ഒരു 10-50 ലക്ഷം രൂപ നിങ്ങളെ പഴയ പടത്തിലേക്ക് തന്നിട്ടുണ്ട്. അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കി ആദ്യം അതൊക്കെ തിരിച്ചു പിടിച്ചാലോ? ആര് പിടിച്ചൂടെ? എവിടുന്ന്? അതിനൊക്കെ നിങ്ങൾ തലയുടെ ഉള്ളിൽ കയറ്റിച്ചിക്കല്ലേ എന്തെല്ലാം സൂത്രപ്പണയുണ്ട് സിനിമ പിടിച്ചാളെ. എത്തപ്പങ്ങളെ കഥ എന്താ? അങ്ങടെ സൂത്രപ്പണി അതിന്റെ അടവടച്ചിട്ടില്ല, ഇതിന്റെ അടവടച്ചിട്ടില്ല, ഇതിന്റെ പൊണ്ടം മൊത്തം പോയി. ഇനി എന്ത് സൂത്രപ്പണി ഞങ്ങളുടെ കയ്യിലുള്ളത്? ഒരൊറ്റ ആള് കാരണമാണ് ഈ ചങ്ങായിനെ ഇട്ടിട്ട് അടവ്. അതിന് ഞങ്ങളെ അടവ്, പ്രൊഡ്യൂസറുടെ അടവ്. ഇപ്പോഴും ബോധം വെച്ചില്ല. ഇത് വെക്കില്ല. എങ്ങനെ വെക്കുക? ഇയാള് ഭയങ്കര ഫേമസ് ആയ ചങ്ങായി. ഇയാളെ കണ്ടിരിക്കും സിനിമ ഷോർട്ട് മൂവി അല്ലേ? അത് കണ്ടിട്ട് ഞാൻ അത് നിക്കണം. ഈ എവിടുന്നാണ് ഇങ്ങനെ ഓരോ ആൾക്കാരായിട്ട്? ഞാൻ ഒന്നും പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. ഈ എവിടുന്നാണ് ഇങ്ങനത്തെ ഓരോ ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ടിരുന്നത്? എന്താ മൂപ്പർ താടി ഉണ്ടാ പോലെ എന്താ പടം ഇറ്റാവൂലേ? ഈ താടി വെച്ചിട്ട് മൂപ്പരാൾ പടം അല്ല ഇങ്ങനത്തെ ബുദ്ധിജീവികളും നല്ല സിനിമയിലൊക്കെ വന്നിട്ട് താടി ഉണ്ടാവും. അതിപ്പോ എന്താ പ്രശ്നം? തങ്ങൾക്ക് മെയിനായിട്ട് ഈ പെണ്ണിനോട് ചേർക്കാണ്ടിരിക്കാൻ പറയും. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പൈസ ഇറക്കില്ല. ആകെ കമ്പനിയിലോണ്ടാണ് നമ്മളെ സ്നേഹബന്ധം പോലെ ഇവിടെ കണ്ണി കണ്ട വർത്താൻ അനക്ക് പറഞ്ഞൂടെ? ഇങ്ങനെ കാര്യം അറിയോ? നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന വരെ ഈ മനുഷ്യൻ രാജാവിനെ പോലെ കഴിഞ്ഞിട്ടായിരുന്നു. ഇപ്പഴാ ഇപ്പൊ എന്തോന്ന് കസാര വണ്ടി കിടക്കണ ആ വണ്ടി 7 നിമിഷം ആൾക്കാർ കൊണ്ടുപോകും. ആ അവസ്ഥയിലാണ്. എത്ര ലക്ഷം രൂപന്റെ പണ്ട് കൊടുത്ത് വിറ്റിട്ട് നിങ്ങൾക്ക് അറിയോ? ഈ വീട് പണയം വെച്ച് എന്തൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് നിങ്ങളൊന്ന് വിൽക്കാൻ വേണ്ടി തയ്യാറായോ? ഇല്ല. ഈ വീടും പോയി, ഇപ്പൊ ഞങ്ങള് കാറും പോയി, മുന്നുണ്ടായിരുന്ന വണ്ടികൾ പോയി. ആ കമ്പനിയിലോണ്ടാണ് ഞാൻ എന്റെ മക്കളും ജീവിച്ചു പോണത്. ഇനി അതും കൂടെ ഇതൊക്കെ ഞങ്ങൾ ഈ പണ്ടത്തിനെ കുറിച്ച് കേട്ടിട്ട് അടുത്ത ഞാൻ ഇടപെടും. പിന്നെ എന്റെ വണ്ടൊക്കെ പോയതോ? നിങ്ങൾ പണി അറിയാൻ പറ്റുന്ന മേഖലയിൽ നിൽക്കണം, അല്ലാതെ ആ പണിക്ക് നിൽക്കരുത്. ഏഴിന്റെ വെള്ളാത്തറ മര്യാദ അറിയിപ്പോ എന്റെ കുടുംബത്തിൽ നിന്ന്. ഓന്റെ ഒരു ഷർട്ടും ഓന്റെ ഒരു പാന്റും അതിന് പറ്റിയൊരു ബെൽറ്റും മണങ്ങപ്പൂ മറ്റേ താടി വെക്ക്. അല്ല ചെടി അയൽപ്പെട്ട പോലെ ഉണ്ടോ എന്റെ താടി? ഇതൊക്കെ എവിടുന്ന് എന്തൊക്കെ കിട്ടുന്നത്? ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ആ കമ്പനിക്ക് മര്യാദക്ക് ചെന്ന് വന്നോട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ. ഇപ്പൊ അത്യാവശ്യത്തെ റീച്ച് പോകേണ്ട കമ്പനി അതിന്റെ മുതൽ വന്നിരിക്കണില്ല. ഇനിയോടെ ചെലവാക്കാൻ ഞാൻ പണയം വെക്കാൻ ഇവിടെ മുതലിരിക്കണില്ല. പുറത്തുണ്ടാക്കും ഞാന്. കൊടിയാണല്ലേ എവിടെ പോയാലും എന്തേലും പറഞ്ഞ അപ്പൊ എന്താണ് നോക്കണേ? ആ പെണ്ണ് കൂടുതലാട്ടാ. നമുക്ക് അടുത്ത പ്രൊഡ്യൂസറെ പിടിക്കും. പറ്റും മാട്ട സെറ്റപ്പ്